വർഷങ്ങൾക്ക് ശേഷം ആവേശം ജയകൾ. സത്യം പറഞ്ഞ ഈ ആഴ്ച പലരും ലോൺ എടുത്തുന്ന കേട്ടെ സിനിമ കാണാൻ. പക്ഷേ ഞാൻ മൂന്നെണ്ണൊന്നും കണ്ടിട്ടില്ല. ഞാൻ ആ ഒരു കിണ്ണങ്ങാച്ചി പടം മാത്രമേ കണ്ടിട്ടുള്ളൂ. നമുക്ക് ആവേശം തരുന്ന ആവേശം. അടാ മോനെ, നീ ഹാപ്പി അല്ലേ? നമസ്കാരം എല്ലാവർക്കും ടി-ടോക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. വെൽക്കം ബാക്ക്. അങ്ങനെയല്ല, നമസ്കാരം എല്ലാവർക്കും ടി-ടോക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അടാ മോനെ, ആവേശം. ആദ്യം തന്നെ സിനിമയുടെ കാസ്റ്റിനെ പറ്റി പറയാം. ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത് ഫഹദ് ഫാസിൽ. ആടാ മോനെ, എനിക്കറിയത്തില്ല പുള്ളിയെ പറ്റി എങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യണത്. കാരണം വിഷയമാണ് പുള്ളി, വേറെ ലെവലാണ്. ഏത് റോള് കൊടുത്താലും പൊളിച്ചടുക്കും പുള്ളി. അത് പക്ക ആക്ടറിനെ എന്താണെന്നറിയില്ല, പുള്ളി വിഷയമാണ് അത്. പിന്നെ ഹിസ്റ്റർ മിഥുൻ റോഷൻ. മിഥുൻ എന്ന് പറഞ്ഞ പൂജപ്പുരം എന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനലുണ്ട്. നല്ല അടിപൊളി കണ്ടന്റ് ഉള്ള യൂട്യൂബ് ചാനൽ ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാർ, അവരൊരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് ആണ്. അതിൽ നിന്നൊരാളാണ് മിഥുൻ എന്ന് പറഞ്ഞത്. പിന്നെ ഹിസ്റ്റർ നമുക്ക് എല്ലാവർക്കും അറിയാം, സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ആക്റ്റീവ് ചെയ്ത പുള്ളിയാണ്. ഒരു വർഷം പുള്ളി ഇല്ല, അത് അറിയാലോ, ആവേശം ഇറങ്ങി അതിൻ്റെയൊക്കെ ഇതാണ്. പിന്നെ റോഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ റോഷനും കുറച്ച് ഇതൊക്കെ വന്ന ആളാണ്. ഇതിന് 3 പേർക്കും ഈക്വൽ റോളാണ്. 3 പേർക്കും എന്ന് പറഞ്ഞാൽ അവർക്ക് ഈക്വലായിട്ട് റോള് ഡിവൈഡ് ചെയ്ത് വെച്ചേക്കുന്നത്. കാരണം ഈക്വൽ ആണല്ലോ 3 പേരും ആ സിനിമക്കകത്ത്. റോഷൻ ആണെങ്കിലും മുട്ടൻ കോമഡി, മറ്റേ ഹിസ്റ്റർ ആണെങ്കിലും വിഷയമായിട്ട് ഒരുമാതിരി സലീം കുമാർ പോലെ ആ രീതിയാണ് ഹിസ്റ്റർ ഇരുന്നുകൊണ്ടിരുന്നത്. പക്ഷെ കുറച്ച് ക്രൂഷ്യലായിട്ട് ഈ സിനിമ റോളുള്ളത് മിഥുനാണ്. പുള്ളി ഫസ്റ്റ് സിനിമ നമുക്ക് തോന്നത്തില്ല കേട്ടോ. വിഷയം എന്ന് പറഞ്ഞാൽ ആക്ടിങ് എന്നൊക്കെ പറഞ്ഞാൽ വേറെ ലെവലായിട്ടുണ്ട്. വിഷയമാണ്. ഇനി നമുക്ക് നേരെ, പക്ഷെ ഒരാളെ കുറിച്ച് പറയാൻ മറന്നുപോയി, സോറി. പിന്നെ സജിൻ എന്ന് പറഞ്ഞൊരു പുള്ളിയുണ്ട്. പുള്ളി രോമാഞ്ചത്തിന്റെ അടുത്തൊരു ക്രൂഷ്യൽ റോൾ ചെയ്തതുപോലെ തന്നെ ഇതിന്റെ അകത്തും നല്ലൊരു ധൈര്യവീര കോമഡി മാൻ. പുള്ളിയുടെ കൗണ്ടർ എന്നൊക്കെ പറയാൻ നമുക്ക് ഈവൻ റോഷന്റെയും പുള്ളിയുടെ കൗണ്ടേഴ്സ് ആണ് ഈ പടത്തിനകത്ത് മെയിൻ ആയിട്ട് പറയുന്നത്. പിന്നെ മൻസൂർ അലി ഖാൻ, അങ്ങനത്തെ കുറെ വലിയ വലിയ നടന്മാർ. ഇപ്പൊ നമ്മുടെ സ്വന്തം ഇക്ക പാപ്പ. ഇത് നമുക്ക് നേരെ പടത്തിലോട്ട് പോവാം. ഫസ്റ്റ് ഹാഫ് ഞാനിപ്പോ പല റിവ്യൂസും കേട്ടപ്പോ എല്ലാവരും ഫസ്റ്റ് ഹാഫ് മടുപ്പാണ്. മടുപ്പെന്നല്ല, കുറച്ച് ഇതൊക്കെയാണ്. പക്ഷെ എനിക്ക് തോന്നിയത് ഫസ്റ്റ് ഹാഫ് കുറച്ച് കൂടുതലാണ്. പക്ഷെ ഫസ്റ്റ് ഹാഫിന്റെ ഇന്റർവെൽ സീക്വൻസ് അതൊരു സാധനമാണ്. നമ്മള് കൈ അടിച്ചു പോകും. അമ്മാതിരി സാധനമാണ് ആ പടത്തിന്റെ അകത്ത് അവർ ഫസ്റ്റ് ഹാഫ് കയറ്റി വെച്ചേക്കും. കാരണം ഈവൻ ഇൻട്രോ വരെ അതൊക്കെ ഒരുമാതിരി വിജയമാണ്. പടത്തിന്റെ 99%ഉം പടത്തിന്റെ അടിയും തല്ലും ഇതൊക്കെ ആണെങ്കിലും ഗുണ്ടായതൊക്കെ ആണെങ്കിലും 1% ഉണ്ട്. ആ 1% ആണോ മോനെ, ഹാപ്പി അല്ലേ? അത് ഫഹദ് ഫാസിന്റെ ഒരു ഇൻട്രോ സീക്വൻസ് എന്നൊക്കെ പറയുമ്പോൾ ഒരു നോർമൽ ഇൻട്രോ, വലിയ മാസോ കാര്യങ്ങളൊന്നുമില്ല. ഇൻട്രോയെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഇൻട്രോ നോർമൽ ഇൻട്രോ. അത് കഴിഞ്ഞിട്ടുള്ള ഒരു സീക്വൻസ് ഒക്കെ അതൊക്കെ മാസാണ്, വേറെ കൊല്ല മാസം പോലെ വിഷയം. സെക്കൻഡ് ഹാഫിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് സെക്കൻഡ് ഹാഫ് പേഴ്സണലി തോന്നുന്ന കുറച്ച് ലാഗായിട്ട് എനിക്ക് തോന്നിയത്. ഭയങ്കര ലാഗായിരുന്നു, കുറച്ച് ലാഗായിരുന്നു സംഭവം. കാരണം പോകണ്ട പടം കുറച്ചും കൂടെ 2.5 മണിക്കൂറൊക്കെ ഇല്ലേ, അതുകൊണ്ട് കുറച്ച് ലാഗായിരുന്നു സെക്കൻഡ് ഹാഫ്. പടത്തിന്റെ എൻഡിങ് ഒക്കെ ഒരു സിമ്പിൾ എൻഡിങ് ആണ്. എനിക്ക് തോന്നുന്നു മേ ബി പടത്തിനൊരു സെക്കൻഡ് പാർട്ട് വേണമെങ്കിൽ. സെക്കൻഡ് പാർട്ടിനൊക്കെ കഥ ഉണ്ടോന്ന് ചോദിച്ചാൽ ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം രോമാഞ്ചം പോലല്ലോ ആവേശം. എന്തായാലും രോമാഞ്ചത്തിന്റെ സെയിം എഫക്ട് തന്നെ ആവേശത്തിൽ തന്നിട്ടുണ്ട് പോലെ. ഇത്രയൊക്കെ ഉണ്ടെങ്കിൽ പടത്തിനെ കുറിച്ച് പറയാം. അടിപൊളി പടമാണ്, വിഷയം പടമാണ്, മാസാണ്, കോമഡി ഉണ്ട്, എല്ലാം ഉണ്ട്. പോയി കാണുക. അത് നിങ്ങൾ തിയേറ്ററിൽ പോയി തന്നെ കാണാം. എന്നാന്ന് വെച്ചാൽ അറിയാലോ, സുജിൻ ശ്യാമിന്റെ ബീച്ച് ഒക്കെ നമ്മൾ തിയേറ്ററിൽ നിന്ന് അത് എക്സ്പീരിയൻസ് ചെയ്തില്ലെങ്കിൽ അതിന്റെ ഒരു എഫക്റ്റ് വീട്ടിലിരുന്ന് കണ്ടാലും കിട്ടത്തില്ലേ ആയിരിക്കുക. വർഷങ്ങൾക്ക് ശേഷം ജയഗണേശൊക്കെ ഇനി ഞാൻ OTT നോക്കുന്നുള്ളു. ഈ പോകേണ്ട കാര്യമൊന്നും എനിക്ക് തോന്നുന്നില്ല. കാരണം ഒരു വലിയൊരു എഫക്റ്റ് ഒന്നും ഇല്ല വർഷങ്ങൾക്ക് ശേഷത്തിനും വിജയ ഗണേശനൊന്നും. അതുകൊണ്ടാണ്
ആവേശത്തിന് പോവാണെങ്കിൽ ഇപ്പൊ തന്നെ പോവാ, കാരണം ഓളം വേണം തിയേറ്ററിൽ. ഓളം ഉണ്ടെങ്കിൽ പടം മാസാണ്. അപ്പൊ ഇതൊക്കെ പറഞ്ഞ് ആവേശത്തിന്റെ പറഞ്ഞു നിർത്തുവാണ്. അപ്പൊ നിങ്ങൾക്ക് ആവേശത്തിന് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് എനിക്ക് രസമല്ല വിജയമാണ്. ഓക്കെ, മറ്റൊരു അടിപൊളി കിണ്ണം കാച്ചി വീഡിയോ കാണാം. എടാ മോനെ, ഹാപ്പി അല്ലേ? ശരിയാണ്. ആരംഭം സകലകല അഭ്യാസം, സിറയിലെല്ലാം ആനന്ദം, നടക്കപ്പോറൻ ഭൂകമ്പം.